സംസ്ഥാന സർക്കാർ ബാർ ലൈസൻസുകൾ നൽകുന്നത് പെട്ടിക്കടകൾ അനുവദിക്കുന്നത് പോലെ ലാഘവത്തോടെയാണെന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ചോദിക്കുന്നവർക്കെല്ലാം ബാർ ലൈസൻസ് നൽകുന്ന രീതിയാണ് ഇവിടെയുള്ളത്. മദ്യശാലകളുടെ പ്രവർത്തന സമയം നീട്ടിയത് ബാർ മുതലാളിമാരിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചെടുക്കാനാണെന്ന് അവർ ആരോപിച്ചു. ടൂറിസത്തിന്റെ പേര് പറഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ടൂറിസം വികസനത്തിനാണ് ബാർ സമയം കൂട്ടിയതെന്ന എക്സൈസ് മന്ത്രി എം.പി. രാജേഷിന്റെ വാദത്തെ ശോഭ പരിഹസിച്ചു. വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നത് കള്ളു കുടിക്കാൻ ആണോ എന്ന് അവർ ചോദിച്ചു. മദ്യനിരോധനം നിലവിലുള്ള ഗുജറാത്തിനെ ഉദാഹരണമായി ശോഭ ചൂണ്ടിക്കാട്ടി. 18 കോടി ടൂറിസ്റ്റുകൾ എത്തുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അവിടെ മദ്യമില്ലാതെ തന്നെ ടൂറിസം തഴച്ചു വളരുന്നുണ്ട്. നാട് കാണാനെത്തുന്ന വിനോദസഞ്ചാരികളെ മദ്യപാനികളായി ചിത്രീകരിക്കുന്നതിലൂടെ എക്സൈസ് മന്ത്രി അവരെ അപമാനിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളെ സർക്കാർ തകർക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ മരവിച്ച അവസ്ഥയിലാണെന്ന് അവർ ആരോപിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെയും അവർ വിമർശനം ഉന്നയിച്ചു. തീവെട്ടിക്കൊള്ളക്കാരുടെ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അതീവ ബുദ്ധിയുള്ള ആളാണെങ്കിലും തെറ്റായ കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തിന് ദോഷം ചെയ്യും. കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളും പിരിച്ചുവിടണമെന്ന നിലപാടാണ് ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചത്. ക്ഷേത്ര ഭരണത്തിൽ നിന്ന് സർക്കാരും രാഷ്ട്രീയക്കാരും പിന്മാറണമെന്നും വിശ്വാസികൾക്ക് ഭരണം കൈമാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ കണ്ടതിനെ സതീശൻ വിമർശിച്ചത് ശരിയായില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് കാന്തപുരം തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് സതീശൻ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയെ മടിയിൽ ഇരുത്തിയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മുൻപത്തെ നിലപാടുകളെ പോലും സതീശൻ തള്ളിക്കളയുകയാണോ എന്നും അവർ ചോദിച്ചു. കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യാമോഹം രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർ ഓർമ്മിപ്പിച്ചു. സമുദായങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന് വലിയ ഭീഷണിയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേരള സ്റ്റോറി 2 സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ശോഭ ഒഴിഞ്ഞു മാറി. സിനിമ പൂർണ്ണമായും കാണാതെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് അവർ പറഞ്ഞു. എങ്കിലും ദുരൂഹ സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുന്നു എന്നത് വാസ്തവമാണ്. രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന നിരവധി പെൺകുട്ടികളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു. സിനിമയ്ക്ക് എന്ത് പേരിടണം എന്നത് നിർമ്മാതാക്കളുടെ അവകാശമാണ്. അതിൽ രാഷ്ട്രീയക്കാർ തർക്കിക്കേണ്ട കാര്യമില്ലെന്നും അവർ വ്യക്തമാക്കി. സിനിമയെക്കുറിച്ചുള്ള ആധികാരികമായ പാർട്ടി നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയും. അത് തന്നെയാണ് തന്റെയും നിലപാടെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നത്. BJPയുടെ വിജയത്തിനായി സജീവമായി രംഗത്തുണ്ടാകുമെന്നും അവർ പറഞ്ഞു. കേരളത്തിലെ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിന് BJP നേതൃത്വം നൽകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.